أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന വിശുദ്ധമായ വചനത്തെക്കുറിച്ചാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അഊദു ബില്ലാഹ്, അല്ലാഹുവിനോട് നാം കാവൽ ചോദിക്കുന്നു, അല്ലാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ടവനായ പിശാചിൽ നിന്ന്, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്നാണ് ഈ വചനത്തിന്റെ അർത്ഥം. ആരാണ് ഈ പിശാജ്? തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജിന്നുവർഗത്തിൽപ്പെട്ടവനാണ് പിശാജ്. അവൻ ശപിക്കപ്പെട്ടവനായി പോവാനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് നൽകി ആദരിച്ച മഹാനരായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദരിക്കണമെന്ന് അല്ലാഹു കൽപ്പിച്ച സന്ദർഭത്തിൽ അതിനെതിരെ ധിക്കാരം പറഞ്ഞു എന്നതാണ്. തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട താനെന്തിന് മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിന് സുജൂദ് ചെയ്യുന്നു? ഒരിക്കലും അങ്ങനെ വിനയം കാണിക്കാനോ ആദം നബിയുടെ മുന്നിൽ തലകുനിക്കുവാനോ സന്നദ്ധനാവുകയില്ല എന്ന അഹങ്കാരമാണ് പിശാചിനെ നശിപ്പിച്ചത്, അവനെ ശപിക്കപ്പെട്ടവനാക്കി മാറ്റിയത്. ഈ പിശാചിന്റെ പ്രബോധനങ്ങളിലും ചതികളിലും ശല്യങ്ങളിലും പെട്ടുപോവാതിരിക്കാനുള്ള കാവൽ തേട്ടമാണ് യഥാർത്ഥത്തിൽ ഈ വചനത്തിലൂടെ നാം നിർവഹിക്കുന്നത്. വിശ്വാസരംഗത്തും കർമ്മരംഗത്തും പിശാചിന്റെ ശല്യങ്ങളുണ്ടാകും. ശാരീരികമായിട്ടും മാനസികമായിട്ടും അവന്റെ ഉപദ്രവങ്ങളെ നാം ഭയക്കേണ്ടതുണ്ട്. വിവിധ ഘട്ടങ്ങളിൽ പിശാചിനെ തൊട്ട് കാവൽ ചോദിക്കുവാൻ നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന വചനം ഉച്ചരിച്ചുകൊണ്ടാണ് ഖുർആൻ പാരായണം നാം നിർവഹിക്കേണ്ടത്. പിശാചിൽ നിന്നുള്ള കാവൽ തേട്ടമാണ്. ഉറക്കത്തിൽ വല്ല സ്വപ്നങ്ങളും കണ്ട് ഭയപ്പെട്ട് കഴിഞ്ഞാൽ അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ഗളബിഹി വഇഖാബിഹി വശദ്ദി ഇബാദിഹി വമിൻ ഹമസാത്തി ശയാത്തീനി വഅൻ യഹ്ളുറൂൻ എന്ന വചനം ഉച്ചരിച്ചുകൊണ്ട് ഇടതുഭാഗത്തേക്ക് തുപ്പുകയാണ് ആ പിശാചിന്റെ ശല്യം ഇല്ലാതിരിക്കുവാൻ ചെയ്യേണ്ടത്. മലമൂത്ര വിസർജനത്തിന് പോകുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് എന്ന വചനം ഉച്ചരിച്ചുകൊണ്ട് അവനിൽ നിന്ന് കാവൽ തേടണം. ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ നടക്കുമ്പോൾ, ഇണചേരുമ്പോൾ അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാൻ വജന്നിബി ശൈത്വാന ഫീമാ റസഖതനാ എന്ന വചനം ഉച്ചരിച്ചുകൊണ്ട് പിശാചിൽ നിന്ന് കാവൽ തേടണം. ദേഷ്യം വരുമ്പോൾ പിശാചിൽ നിന്ന് കാവൽ തേടണം. കുഞ്ഞ് ജനിച്ച ഉടനെ ആ കുഞ്ഞിന്റെ ചെവിയിൽ, വലതു ചെവിയിൽ ബാങ്കും ഇടതു ചെവിയിൽ ഇഖാമത്തും കൊടുത്ത് ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം എന്ന വചനം ഉച്ചരിച്ച് അവിടെ കാവൽ ചോദിക്കണം. ഇങ്ങനെ ഒരു മനുഷ്യൻ ജനിച്ചതു മുതൽ മരിക്കുന്ന ഘട്ടം വരെയും പിശാച് മനുഷ്യനെ നശിപ്പിച്ചു കൊണ്ടിരിക്കും. അവിടങ്ങളിലെല്ലാം കാവൽ തേട്ടം, അവന്റെ ദുർബോധനത്തിൽ നിന്നും അവന്റെ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള കാവൽ തേട്ടം എല്ലായിടങ്ങളിലും ഉണ്ടാകണം എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഈ വചനത്തിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുകയും പിശാചിനെ തൊട്ട് കാവൽ തേടേണ്ട വിവിധ ഘട്ടങ്ങളെ നാം ഉൾക്കൊള്ളുകയും ചെയ്യുക. ഈ പറഞ്ഞതു മാത്രമല്ല, ഭക്ഷണം കഴിക്കുമ്പോൾ, അതുപോലെ തന്നെ ഇശാ മഗ്രിബിനിടയിൽ കുഞ്ഞുങ്ങൾ പുറത്തേക്കിറങ്ങുമ്പോൾ, മക്കൾ പുറത്തേക്കിറങ്ങുമ്പോൾ, ഇവിടെയൊക്കെ പിശാച് അവന്റെ കെണിവലയിൽ വീഴ്ത്തുവാൻ വേണ്ടി ശ്രമിക്കുമെന്നും അതിൽ നിന്നൊക്കെ കാവൽ തേടണമെന്നും വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പിശാചികമായ ശല്യങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഈ വചനം നന്നായി പാരായണം ചെയ്യുവാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കുവാനും ശ്രമിക്കുക. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.